കേരളത്തിലെ ക്രൈസ്തവ സഭകൾക്കിടയിൽ പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന തർക്കങ്ങളിൽ നിർണായകമായ ഒരു ഇടപെടലുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്തെത്തിയിരിക്കുന്നു. ഡൽഹിയിൽ വെച്ച യാക്കോബായ സുറിയാനി സഭാ പ്രതിനിധികളുമായി അദ്ദേഹം നടത്തിയ കൂടിക്കാഴ്ച സഭാ തർക്ക പരിഹാരത്തിനുള്ള പുതിയൊരു വാതിൽ തുറന്നിരിക്കുകയാണ്. സഭകൾ തമ്മിലുള്ള ഐക്യം, ന്യൂനപക്ഷ അവകാശങ്ങൾ, ദീർഘകാലമായുള്ള നിയമ പോരാട്ടങ്ങൾ എന്നിവ ചർച്ചയായ ഈ കൂടിക്കാഴ്ച വലിയ രാഷ്ട്രീയ സാമൂഹിക പ്രാധാന്യമാണ് കൈവരിക്കുന്നത്. സഭകൾക്കിടയിലുള്ള ഐക്യം വിശ്വാസികളുടെയും സമൂഹത്തിന്റെയും പുരോഗതിക്ക് അനിവാര്യമാണെന്ന് പ്രധാനമന്ത്രി കൂടിക്കാഴ്ചയിൽ ഊന്നി പറഞ്ഞു. വിഘടിച്ചു നിൽക്കുന്ന സഭകൾ ഒന്നിക്കേണ്ടതിന്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടിയ അദ്ദേഹം കോടതിക്ക് പുറത്തുള്ള തർക്ക പരിഹാരത്തിനാണ് മുൻഗണന നൽകേണ്ടതെന്ന് വ്യക്തമാക്കി. സമാധാനപരമായ ചർച്ചകളിലൂടെ മാത്രമേ ശാശ്വതമായ പരിഹാരം സാധ്യമാകൂ എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യാക്കോബായ സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ഇഗ്നാത്തിയോസ് അപ്രേം ദീതിയൻ പാത്രിയർക്കീസ് ബാവയുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘമാണ് പ്രധാനമന്ത്രിയെ കണ്ടത്. സഭാതർക്കം പരിഹരിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് സജീവമായ ഇടപെടലുകൾ ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രി ഉറപ്പ് നൽകി. സഭകൾ തമ്മിലുള്ള സ്പർദ്ധ വിശ്വാസികളുടെ ആത്മീയ ജീവിതത്തെയും ദൈനംദിന ജീവിതത്തെയും ബാധിക്കുന്നുണ്ടെന്ന യാഥാർത്ഥ്യം കേന്ദ്രം ഗൗരവത്തോടെയാണ് കാണുന്നത്. സമാധാനപരമായ അന്തരീക്ഷം നിലനിർത്താൻ സഭ എക്കാലത്തും പ്രതിജ്ഞാബദ്ധമാണെന്ന് പാത്രിയാർക്കീസ് ബാവ കൂടിക്കാഴ്ചയിൽ വ്യക്തമാക്കി. സഭാ ഐക്യത്തിനായുള്ള ഏത് നീക്കങ്ങളെയും യാക്കോബായ സഭ സ്വാഗതം ചെയ്യും. എന്നാൽ നീതിപൂർവമായ ഒരു പരിഹാരമാണ് ഉണ്ടാകേണ്ടതെന്നും വിശ്വാസികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സഭാ തർക്കത്തിന് പുറമെ ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ പിന്നാക്കക്കാർ അനുഭവിക്കുന്ന വിവിധ പ്രശ്നങ്ങളും സഭാ പ്രതിനിധികൾ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ന്യൂനപക്ഷങ്ങൾക്കുള്ള ആനുകൂല്യങ്ങൾ അർഹരായ എല്ലാ വിഭാഗങ്ങളിലേക്കും എത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്ന് സഭ ആവശ്യപ്പെട്ടു. വിദ്യാഭ്യാസ, തൊഴിൽ മേഖലകളിൽ നേരിടുന്ന പിന്നാക്കാവസ്ഥ പരിഹരിക്കാൻ കേന്ദ്ര സഹായം വേണമെന്ന് അവർ അഭ്യർത്ഥിച്ചു. ന്യൂനപക്ഷങ്ങളിലെ അർഹരായ വിഭാഗങ്ങൾക്ക് നീതി ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ സജീവമായി ഇടപെടണമെന്ന് സഭാ പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. വിവിധ പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോൾ പിന്നാക്കം നിൽക്കുന്ന ക്രൈസ്തവ വിഭാഗങ്ങളെ കൂടി പരിഗണിക്കുമെന്ന ഉറപ്പ് പ്രധാനമന്ത്രിയിൽ നിന്ന് ലഭിച്ചതായി സഭാ നേതൃത്വം അറിയിച്ചു. വർഷങ്ങളായി തുടരുന്ന നിയമ പോരാട്ടങ്ങൾ സഭകളുടെ സാമ്പത്തിക ഭദ്രതയും ആത്മീയ പ്രവർത്തനങ്ങളെയും ബാധിക്കുന്നുണ്ട്. സുപ്രീം കോടതി വിധിക്ക് ശേഷവും പലയിടങ്ങളിലും തർക്കങ്ങൾ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് കോടതിക്ക് പുറത്തുള്ള ചർച്ചകൾക്ക് പ്രധാനമന്ത്രി പ്രാധാന്യം നൽകുന്നത്. ഇരു വിഭാഗങ്ങളെയും ഒരുമിച്ചിരുത്തി ചർച്ചകൾ നടത്താൻ കേന്ദ്രം മധ്യസ്ഥത വഹിക്കാൻ തയ്യാറാണെന്ന സൂചനയാണ് പുറത്തുവരുന്നത്. കേരളത്തിലെ സഭാ തർക്കം കേവലം ഒരു ക്രമസമാധാന പ്രശ്നമല്ലെന്നും അത് പതിനായിരക്കണക്കിന് വിശ്വാസികളുടെ വികാരമാണെന്നും പ്രധാനമന്ത്രി നിരീക്ഷിച്ചു. അതുകൊണ്ട് തന്നെ വൈകാരികമായ സമീപനത്തേക്കാൾ പ്രായോഗികമായ പരിഹാരത്തിനാണ് ഇപ്പോൾ ശ്രമം നടത്തുന്നത്. സഭാ പ്രതിനിധികൾ ഉയർത്തിയ പരാതികൾ പഠിക്കാൻ പ്രത്യേക സമിതിയെ നിയോഗിക്കാനും സാധ്യതയുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇടപെടലിന് കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. കേരളത്തിലെ വലിയൊരു വോട്ട് ബാങ്കായ ക്രൈസ്തവ സമൂഹത്തെ അഭിസംബോധന ചെയ്യാനുള്ള BJPയുടെ ശ്രമമായും ഇത് വിലയിരുത്തപ്പെടുന്നു. സഭാ തർക്കത്തിൽ പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞാൽ അത് BJPക്ക് കേരളത്തിൽ വലിയ നേട്ടമായി മാറും. ഇടത് വലത് മുന്നണികൾക്ക് പരിഹരിക്കാൻ കഴിയാത്ത ഈ വിഷയം കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കുന്നത് വിശ്വാസികൾക്കിടയിൽ വലിയ പ്രതിഷേധമുണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ കൂടി നിലപാടുകൾ പരിഗണിച്ച കേന്ദ്രത്തിന് മുന്നോട്ടു പോകാൻ സാധിക്കൂ. അതുകൊണ്ട് തന്നെ അടുത്ത ഘട്ടത്തിൽ ഇരു സഭകളുടെയും സംയുക്ത യോഗം വിളിക്കാനുള്ള നീക്കങ്ങളും അണിയറയിൽ നടക്കുന്നുണ്ട്. എല്ലാവരും ഒന്നായിരിക്കണമെന്ന ബൈബിൾ വചനത്തെ അനുസ്മരിച്ചിരിക്കുന്ന രീതിയിലാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത്. സഭകൾ തമ്മിലുള്ള ഐക്യം കേരളത്തിന്റെ സാമൂഹിക സുരക്ഷയ്ക്ക് അനിവാര്യമാണ്. പ്രധാനമന്ത്രിയുടെ ഉറപ്പുകൾ പ്രായോഗിക തലത്തിൽ എത്രത്തോളം നടപ്പിലാക്കുമെന്ന് വരും ദിവസങ്ങളിൽ അറിയാം. യാക്കോബായ സഭയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അംഗീകാരമായാണ് ഈ കൂടിക്കാഴ്ചയെ അവർ കാണുന്നത്.